ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് ദുഃഖവെള്ളി. ഏറെ ആളുകൾ ദേവാലയത്തിൽ വരികയും ഭക്തി ആദരപൂർവം ദേവാലയത്തിലെ എല്ലാ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഭക്തിപൂർവം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഒരു സുദിനമാണ്. ലോകമെമ്പാടും വിവിധ സമയങ്ങളിൽ ഈ തിരുക്കർമ്മങ്ങളെല്ലാം നടത്തപ്പെടുകയാണ്. ദുഃഖവെള്ളി ആചരണം അതിന്റെ പൂർണ്ണതയിൽ നടത്തുവാൻ എല്ലാ ക്രൈസ്തവരും വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവ് യേശു മിശിഹ തനിക്ക് വേണ്ടിയല്ല സഹിച്ചത്, തനിക്ക് വേണ്ടിയല്ല പീഡനം ഏറ്റത്, തനിക്ക് വേണ്ടിയിട്ടല്ല ഈ കുരിശിന്മേൽ മരിച്ചത്. അവിടുന്ന് മരിച്ചത് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, മനുഷ്യ മക്കളോടുള്ള അനന്തമായ സ്നേഹം ഒന്ന് മാത്രമാണ് കുരിശിൽ മരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. രണ്ടാമതായി, അതിലൂടെ മനുഷ്യന്റെ രക്ഷ അവിടത്തേക്ക് പൂർത്തീകരിക്കണമായിരുന്നു. മനുഷ്യ മക്കളോടുള്ള സ്നേഹം തനിക്ക് എത്രമാത്രം ഉണ്ട് എന്ന് പിതാവായ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഈ ദേവന് മുമ്പിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ ക്രൂശിത രൂപം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പരമാവധി കൈകൾ വിടർത്തിക്കൊടുക്കുവാൻ സാധിക്കുന്നത് എത്രമാത്രമാണോ അത്രമാത്രം വലിയ സ്നേഹമാണ് ഈ ഒരു കുരിശിൽ അവിടുന്ന് നമുക്കായി കാണിച്ച് നൽകിയിരിക്കുന്നത്. ഓരോ ക്രൈസ്തവനും മറ്റെല്ലാ ദിവസത്തേക്കാൾ പ്രാധാന്യത്തോടുകൂടി ഈ ദിവസത്തെ കണക്കാക്കുകയും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ക്രൂശിതന്റെ രൂപമൊന്ന് ചുംബിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ബോധ്യം ഓരോ ക്രൈസ്തവ മക്കൾക്കും ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഒത്തിരിയേറെ ആളുകൾക്ക് തങ്ങളുടെ ഏതെങ്കിലും അവയവങ്ങളൊക്കെ പങ്കുവെച്ച് കൊടുക്കുന്നത് നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ ഓരോ അവയവങ്ങളും ഓരോ രീതിയിൽ ജീവിക്കുന്നു എന്നുള്ള പത്രമാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പോലും അത് എപ്രകാരമാണ് നൽകിയത് എന്നതിനെപ്പറ്റിയുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വിലപ്പോകുന്നില്ല. അവിടുന്ന് പ്രതിഫലം നിശ്ചയിക്കാതെ മനുഷ്യ മക്കളോടുള്ള സ്നേഹം ഒന്ന് മാത്രം കൊണ്ടാണ് പൂർണ്ണമായിട്ട് തന്നെ നൽകുവാൻ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭക്തി ആദരപൂർവം ദുഃഖവെള്ളിയെ വിശ്വാസികൾ നോക്കിക്കാണുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. നമ്മൾ സഹിക്കുന്നില്ലേ? നമ്മുടെ സഹനവും കർത്താവിന്റെ സഹനവും തമ്മിൽ എന്താ വ്യത്യാസങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്നതിന്റെ പരമാവധി സഹനമാണ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ അവൻ ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഈശോയെ വ്യത്യസ്തമാക്കുന്ന ഒരു വലിയ ഘടകം എന്ന് പറയുന്നത്. സഹനത്തിന് ഈ ഭൂമിയിൽ മൂല്യമുണ്ട് എന്നുള്ള കാര്യം ലോകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സഹനത്തിലൂടെ വീണ്ടെടുത്തത് കൊണ്ടാണ് അവൻ ഇന്നും ഏക രക്ഷകനായിട്ട് നിലകൊള്ളുവാനുള്ള കാരണം എന്ന് പറയുന്നത്. ലോകത്തിൽ വിവിധ മതങ്ങളുണ്ട്, വിവിധ മതസ്ഥാപകരുണ്ട്, പല ദൈവങ്ങളുടെ പേരുകൾ കേൾക്കുവാൻ സാധിക്കും. പക്ഷേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ മാത്രം ഏക രക്ഷകനായിട്ട് മാറ്റുവാൻ തക്കതിനുള്ള കാരണം എന്ന് പറയുന്നത് അവന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. ഒരു രാജാവിനെ പോലെ എല്ലാവരും കടന്നു വന്നത്, ഒരു സൈന്യാധിപനെ പോലെ എല്ലാവരും കടന്നു വന്നത്, ഒരു ഹീറോയെ പരിവേഷം കിട്ടിക്കൊണ്ടല്ല അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്.
മരിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് വരെ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയേക്കാൾ കൂടുതലായിട്ട് മരിക്കുവാൻ വേണ്ടി ഭൂമിയിൽ കടന്നു വന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മാത്രമാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് ക്രൂശിതനെ നോക്കി നമ്മുടെ നെഞ്ചു പിഴയുവാനുള്ള പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഈ സഹനങ്ങളെ ഏറ്റെടുക്കേണ്ടവരാണ് ഒരു ക്രൈസ്തവനെന്നും ഈ സഹനത്തിന് നമുക്ക് മൂല്യമുണ്ട്, അതിന് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ഘടകം എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പല ഇടവകളിലൂടെ ഇങ്ങനെ വികാരിയായിട്ട് സ്ഥാനമാനങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിലൂടെ പല ആളുകളുടെ സകല വേദനകളുടെ മേഖലകളൊക്കെ പങ്കുവയ്പ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുന്നതോ, എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന മുടക്കം കൂടാതെ ചെല്ലുന്ന വ്യക്തിയാണ്. പള്ളിയിൽ എന്തെങ്കിലും ഭക്തകൃത്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കടന്നു ചെല്ലുന്നത് ഞാനാണ്. എങ്കിലും എന്റെ ജീവിതത്തിൽ സഹനങ്ങൾ വിട്ടു മാറുന്നല്ലോ അച്ഛാ എന്നുള്ള കാര്യമാണ്. എന്നെക്കാളും മോശമായി ജീവിക്കുന്ന പല വ്യക്തികളും വളരെ സുഭിക്ഷമായി ജീവിക്കുന്നല്ലോ അച്ഛാ, എനിക്ക് സഹിക്കുന്നില്ല അച്ഛാ എന്ന് പങ്കുവയ്ക്കുന്ന ധാരാളം ആളുകളെ, ഭക്തജനങ്ങളെ ഒക്കെ ഓരോ ഇടവകയിൽ എനിക്ക് കാണുവാൻ ഇട വന്നിട്ടുണ്ട്, കേൾക്കുവാൻ ഇട വന്നിട്ടുണ്ട്. അവരോട് ദുഃഖവെള്ളിക്ക് ഒരേ ഒരു കാര്യം പറയുവാനുണ്ട്. നിങ്ങളെ ദൈവം കൂടുതലായിട്ട് സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ് നിങ്ങൾ ഇങ്ങനെ 10 മാതൃകയിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഈശോ എന്നതുകൊണ്ടാണ് സകലം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് അത് അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കാതെ സകലങ്ങളെ മൂല്യം ഉള്ളതാക്കാതെ മാറ്റപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഭക്തരായ ജനങ്ങളിലേക്ക് സഹനം അനുവദിച്ചു നൽകുവാനും ഈ ക്രൂശിനോട് ചേർന്നുകൊണ്ട് അല്പം താല്പര്യപ്പെടുവാനും അവരെ ക്ഷണിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ഇതിനുള്ള ഒരു പ്രതിഫലം നിനക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനികന്റെ ദാസന്റെ ഭൂമിയിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ധനിക, നിനക്ക് ജീവിതത്തിൽ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരിയേറെ സുഖ സൗകര്യങ്ങൾ നിനക്ക് ലഭ്യമാകുകയുണ്ടായി. എന്നാൽ ലാസറിനോ വളരെ മോശകരമായ രീതിയിലുള്ള ജീവിത സാഹചര്യമാണ് ലഭിച്ചത്. അത് നീ വേണ്ടപോലെ ഉപയോഗിക്കാത്തത് കൊണ്ട് നിനക്ക് നരകവും മറ്റേയാൾക്ക് സ്വർഗവും നൽകുന്ന ഒരു വിധിയാണ് ഈ ഒരു ഭൂമിക്ക് ശേഷമുള്ള ജീവിതത്തിലുണ്ട് എന്നുള്ള കാര്യം സുവിശേഷാത്മകമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ. അത് തന്നെയാണ് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ സഹിക്കുന്ന സഹനങ്ങൾക്കൊക്കെ ഒരു പ്രതിഫലം നൽകുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഈ ഭൂമിയെ സഹിക്കുവാൻ ഒരു ക്രൈസ്തവനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സഹനം പല രീതിയിൽ പല മേഖലയിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു വന്നു എന്ന് പറയുവാൻ സാധിക്കും. ഈ സഹനത്തിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ക്രിയാത്മകമായിട്ട് പെരുമാറുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിന് മൂല്യമുള്ളതാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പഴയ നിയമത്തിൽ ജോബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ജോബിന്റെ ജീവിതത്തിൽ സഹനം എഴുതിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തെ പഠിക്കുവാനും പരാതി പറയുവാനും പ്രേരിപ്പിക്കുന്ന അനേക കൂട്ടുകാരെ കാണുവാൻ സാധിക്കും. ജോബ് ഒരേ ഒരു വാക്ക് മാത്രമാണ് അവർ പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ജോബ് പറഞ്ഞത് പ്രകാരമാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. ദൈവമാണ് എനിക്കുള്ളതെല്ലാം തന്നതെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് ദൈവം എടുത്തുകൊള്ളട്ടെ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്നുള്ള ജോബിന്റെ ചിന്ത ഈ ദുഃഖ വെള്ളിയാഴ്ച എത്രമാത്രം മഹത്തരമാണ് എന്ന് ചിന്തിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ. ഈ ദുഃഖ വെള്ളിയോട്, ഈ പീഡാസഹനങ്ങളോട് അല്പമൊന്ന് താല്പര്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിശ്വാസികളേവരും ചില മലകയറ്റങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുവാനുള്ള കാരണം എന്ന് പറയുന്നത്.
എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇടവകയിൽ തന്നെ ധാരാളം ആളുകൾ ഇന്നലെ രാത്രി തന്നെ മല കയറുവാൻ ശ്രീവാമതയെ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നതായിട്ട് അറിയുവാൻ സാധിച്ചു. ഇന്നലെ രാത്രി നമ്മുടെ മലയാറ്റൂരും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വാഗമൺ കുരിശുമലയിലുമൊക്കെ കയറി നമ്മുടെ പാപങ്ങൾക്കൊക്കെ പരിഹാരവും പ്രായശ്ചിത്ത പ്രവൃത്തികളുമൊക്കെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു ഘടകമെന്ന് പറയുന്നത് നമുക്കായി ക്രൂശിൽ മരിച്ച ഒരു കർത്താവ് എനിക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് ഇവരെ മല കയറുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. മിക്കവാറും ഇന്ന് രാവിലെയും അനേകം ആളുകള് നമ്മുടെ തൊട്ടടുത്തുള്ള വെളിച്ചമല കയറുവാനുള്ള പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് എന്നെ പ്രതി എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിതനായി എന്നുള്ളതിന്റെ ആ ഒരു സഹനത്തോട് താതാന്യപ്പെടുവാൻ വേണ്ടിയാണ് സഹനത്തോടു കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ മല കയറുവാനുള്ള പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാൻ പറയുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നോമ്പ് കാലഘട്ടത്തിൽ അല്പം ഒരു ത്യാഗം ഏറ്റെടുക്കുന്നത് സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം കരുതി വെക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ദുഃഖ വെള്ളിയാഴ്ച മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും ക്രൈസ്തവരാണ്, മനുഷ്യരാണെങ്കിൽ സഭയിലെ അംഗങ്ങളാണ്. സഭയിൽ അംഗമാണെങ്കിൽ സഭ മുന്നോട്ട് വളരുന്നത് കുടുംബങ്ങൾ വളരുമ്പോൾ മാത്രമാണ്. ഒരു കുടുംബം രൂപപ്പെടുമ്പോൾ മാത്രമാണ് സഭയിൽ അംഗങ്ങളുടെ എണ്ണം കൂടുകയും സഭയിൽ എണ്ണം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് യുവതിവാക്യന്മാരോട് സംസാരിക്കുന്ന അവസരത്തിൽ അവരുടെ ജീവിത ആദ്യ കാലഘട്ടങ്ങളിൽ പഠനവും മറ്റു കാര്യങ്ങൾക്കും ശേഷം ജോലി പ്രവേശിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ജീവിതം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥാവിശേഷങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുവാൻ യുവതിവാക്കന്മാർ മടി പറയുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് 4 ജീവിതാന്ത സുഹൃത്തുക്കളിൽ പോലും 3 കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്നാമത്തേത് കുടുംബ ജീവിതത്തിലേക്കാണ് ചിലരെ വിളിച്ചതെങ്കിൽ ചിലരെ സന്യസ്ത ജീവിതത്തിലേക്കാണ് വിളിക്കുന്നത്, മറ്റു ചിലരെ പൗരോഹിത്യത്തിലേക്കുമാണ് വിളിക്കുന്നത്. ഓരോ ജീവിതാന്തത്തിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നിനെ വില കുറച്ച് കാണുവാനോ വില ഇല്ലാത്തതാക്കി കാണാനോ ഒന്നും ഞാനാണല്ല. എല്ലാത്തിനും അതിൻ്റെതായ രീതിയിലുള്ള സഹനങ്ങളുണ്ട്. കുടുംബജീവിതത്തിലുണ്ട് ധാരാളം സഹനങ്ങൾ. ഒരു കുടുംബത്തെ വാർത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കുടുംബത്തെ വഹിക്കുന്ന വലിയൊരു പങ്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് പല ഇടവകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ അത് ഒരു ത്യാഗ മനോഭാവത്തോടുകൂടി കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കുടുംബത്തിന്റെ ഒരു ഭദ്രത കടന്നു വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ യുവതിവാക്യന്മാര് ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ് പ്രധാനമായിട്ടും വിവാഹ അന്തസ്സുകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ മടി പറയുന്നു, മടി കാണിക്കുന്നു. ബാച്ചിലറായി ജീവിക്കുന്നതാണ് ഏറ്റവും സുഖപ്രദം എന്ന് ചിന്തിക്കുന്ന ധാരാളം യുവതിവാക്യന്മാരുടെ എണ്ണം ഇന്ന് ഈ കേരളത്തിൽ കൂടി വരികയാണ്. എനിക്ക് ജീവിക്കുവാൻ മാതാപിതാക്കളെ ആശ്രയിക്കാതെ ജോലികളുടെ പണമുണ്ട്, സൗകര്യങ്ങളുടെ വാഹനമുണ്ട്, എനിക്ക് ഇന്ന് വില മേടിക്കുവാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. ഞാൻ പിന്നെ എന്തിന് കുടുംബ ജീവിതത്തിന്റെ പരാതികളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള ചിന്ത എങ്ങനെയോ ഈ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വരും തലമുറ തന്നെ ഇല്ലാതാകും. സഭയുടെ കെട്ടുറപ്പ് തന്നെ ഇല്ലാതാകുവാൻ അത് കാരണമാവുകയും ചെയ്യും. സഭ വളരണമെന്നുണ്ടെങ്കിൽ കുടുംബമുണ്ടാകണം. കുടുംബമുണ്ടായെങ്കിൽ മാത്രമേ ഈ സഭ വളരുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. കുടുംബ ജീവിതത്തിലേക്കാണ് വിളിച്ചതെങ്കിൽ കുടുംബ ജീവിതത്തിൻ്റെതായ ആ ത്യാഗ മനോഭാവം ഏറ്റെടുക്കുവാൻ യുവതിവാക്യന്മാർ തയ്യാറാകണമെന്നുള്ള കാര്യം ക്രൂശിതനായ കർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള ഈ ത്യാഗത്തിന് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള കാര്യമായിരിക്കണം ഏത് ജീവിതാസിലും ആ സഹനം ഏറ്റെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത്. ദൈവം സ്നേഹമാകുന്നു. അത് വെറും പറയുക മാത്രമല്ല,
ഈ ക്രൂശ് രൂപത്തിലൂടെ നോക്കിക്കഴിയുമ്പോൾ അത് അതിലൂടെ കാണിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളും സ്നേഹമായിട്ട് മാറേണ്ടവരാണ്. എന്താ സ്നേഹമായിട്ട് മാറുന്നത് നേരിട്ട് കേൾക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രൂശിനായിരിക്കണം നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. എനിക്ക് വേണ്ടി തന്നെ പൂർണ്ണമായി നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ സഹനം ഏറ്റെടുത്തെങ്കിൽ ഈ ഭൂമിയിൽ വെച്ചുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ഞാനും തയ്യാറാണ് എന്നുള്ളതാണ് ഈ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ വച്ചു നേടേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ പ്രസന്ന വ്യാഴാഴ്ചയായിരുന്നു. വീട്ടിൽ അപമുറികൾ കർമ്മം നടത്തുന്ന രീതി കാര്യങ്ങളുമൊക്കെയുണ്ട്. പൈസ്മോണ്ടിലാണ് എൻ്റെ വീട്. ഇവിടെ നമുക്ക് സഹനാർമികനായിട്ടുള്ള ജോമോനസിനും പൈസ്മോണ്ടുകാരനാണ്. ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ കർമ്മങ്ങളെല്ലാത്തിന് ശേഷം വീടുകളിൽ പോയി പ്രസന്ന ആഘോഷിച്ച് പങ്കെടുക്കുന്ന രീതി കാര്യങ്ങളൊക്കെയുണ്ട്. ഒരു വീട്ടിൽ അടുത്ത വീട്ടിലേക്ക് പോകുന്ന രീതി കാര്യങ്ങളൊക്കെയാണ്. വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കും. എങ്കിലും ഈ ആശ്രമത്തിൽ ഒരിക്കലും ഞങ്ങൾ മുടക്കം വരുത്താറില്ല. അപ്പച്ചന്റെ വിയോഗത്തിന് ശേഷം പോലും അമ്മച്ചി ആ ഒരു നേതൃത്വം നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുവാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യം എടുത്തിട്ടിരിക്കുന്നത്. ഞാൻ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടന്റെ പയ്യൻ അവൻ കപ്പൂച്ചിൻ സഭയിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആദ്യഘട്ട ഇന്റർവ്യൂ എല്ലാം പൂർത്തിയായി. ആ ഇന്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവൻ പങ്കുവെച്ച വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ധാരാളം ദൈവങ്ങളെ സ്വീകരിച്ച് വന്നിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. അങ്ങനെ അനുഭവങ്ങൾ പങ്കുവെച്ച കാര്യങ്ങൾ എന്നോട് തുറന്ന് പങ്കുവെക്കുകയായിരുന്നു അവൻ ചെയ്തത്. ജോയൽ എന്നാണ് അവന്റെ നാമം. അവൻ പറഞ്ഞ ചെറുപ്പക്കാരനാണ്. എറണാകുളത്ത് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ദൈവങ്ങളെ സ്വീകരിച്ച് ആ ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ഒരു ഡോക്ടർ കേരളത്തിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളിയാണ്. പക്ഷേ അവൻ അതെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ദൈവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വൈദികനായി തീരുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഇതുപോലെ പ്രഗത്ഭമായ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വങ്ങളൊക്കെ എന്നും നോക്കാതെ അത് പൂർണ്ണമായിട്ടും റിസീവ് ചെയ്തിട്ടാണ് ഈ ഒരു ഒന്നുമില്ലായ്മയിലേക്ക് എടുത്തു ചാടുന്നത്. പക്ഷേ എന്തോ ഉണ്ട്, എന്തോ ലഭിക്കും എന്നുള്ള ബോധ്യം അവർക്ക് ഉള്ളത് കൊണ്ടാണ് റിസീവ് ചെയ്യുവാൻ പോലും അവരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ ധ്യാനഗുരുവിന്റെ ജീവിതകഥ നമ്മൾ കേട്ടതാണല്ലോ. ധ്യാനിച്ച ആ പോലീസ് അച്ഛൻ തന്റെ സെൻട്രൽ ഗവൺമെന്റ് ജോലി രാജിവെച്ച് വൈദികനായി മാറിയതിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞതാണ്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നതാണ് നിരീശ്വരവാദിയായ മാതാപിതാക്കള്. എന്നാൽ ഏക മകൻ, ആണായിട്ട് പെണ്ണായിട്ട് മാറിയ ഏക മകൻ മാത്രമേ ഉള്ളൂ. അവൻ വൈദികനായി തീരുവാൻ വേണ്ടി പറഞ്ഞകാലത്ത് കപ്പൂച്ചിൻ സഭയിൽ അവൻ കടന്നു വന്നിരിക്കുകയാണ്. അവന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന്റെ അപ്പനും അമ്മയും പറഞ്ഞു വച്ച ഒരു കാര്യം അവിടെ പങ്കുവെക്കുകയുണ്ടായി. നീ പോയി പിഴച്ചിട്ട് വാട എന്നുള്ള വാക്കാണ് അപ്പന്റെ വായിൽ നിന്ന് വന്നത് എന്നുള്ള കാര്യം അവൻ കരഞ്ഞുകൊണ്ട് ആ ഒരു സദസ്സിൽ പങ്കുവെക്കുകയുണ്ടായി. വീട് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു ആശ്രയം എന്നുള്ള രീതിയിൽ ഇവിടേക്ക് പൗരോഹിത്യത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നത്. വിളി കിട്ടിയവന് മറ്റൊന്നും പുറകോട്ട് ചിന്തിച്ച് നോക്കുവാനല്ല, വരാനിരിക്കുന്ന സഹനങ്ങൾ എന്തുമാകട്ടെ ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന നല്ല ജോലികൾ പോലും രാജിവെച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അതിലും മൂല്യമുള്ളത് എന്തോ അവനെ കണ്ടെത്തുവാൻ സാധിച്ചു എന്നുള്ളതല്ലേ അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ വർഷം നമ്മൾ ഒരു പൗരോഹിത്യ സ്വീകരണത്തിന് നമ്മൾ ഒരു സാക്ഷ്യം വഹിക്കേണ്ടവരുന്നുണ്ടല്ലോ നമ്മുടെ ഇടവകയും. അതും ഇതുപോലെ ജോലി ചെയ്തതിന് ശേഷം പൗരോഹിത്യ ജീവിതത്തിൽ കടന്നു വരികയും ചെമ്മാശനായി ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ഇടവകയിലും ഈ ഒരു പട്ടം നടക്കപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ട്
ഇപ്രകാരം കടന്നു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ക്രൂശിതനായ ദൈവം എനിക്ക് വേണ്ടി സഹിച്ചു, എനിക്ക് വേണ്ടി അവൻ മരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഇപ്രകാരം നമ്മുടെ മക്കൾ പെരുമാറുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. മാതാപിതാക്കൾ അവർക്ക് തടസ്സമായിട്ട് നിലകൊള്ളുകയില്ല. ഒരേ ഒരു നോട്ടം മാത്രമേ ഉള്ളൂ, ക്രൂശിതനിലേക്കുള്ള ഒരേ ഒരു നോട്ടം. അതാണ് അവരെ ഇതിലേക്ക് കടന്നു വരുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകളൊക്കെ നമ്മുടെ വിചാരങ്ങൾക്കൊക്കെ അപ്പുറമാണെന്നാണ് പറയുന്നത്. നമ്മൾ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവൻ ദൈവികമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ കണക്കും മനുഷ്യന്റെ കണക്കും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. മനുഷ്യ സങ്കല്പങ്ങൾക്കൊക്കെ അതീതമായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ കടന്നു വരികയും ഈ ഭൂമിയിൽ ഈ ക്രൂശ് രൂപത്തിലേക്ക് കടന്നു വരുവാൻ കാരണമാവുകയും ചെയ്തത്. അവസാന നിമിഷം വരെ യൂദാസ് പോലും പ്രതീക്ഷിച്ചിരുന്നവരും കാര്യമെന്ന് പറയുന്നത് അവൻ എന്തെങ്കിലും അത്ഭുത പ്രവൃത്തി ചെയ്ത് രക്ഷപ്പെട്ടുകൊള്ളും എന്നുള്ള രീതിയിലാണ് അവനെ ഒറ്റുകൊടുക്കുവാൻ കാരണമായത്. അല്ലാതെ അവൻ തീർന്നു പോകണം എന്നുള്ള ചിന്തയോടുകൂടിയല്ല യൂദാസ് പോലും ഒറ്റുകൊടുക്കുവാൻ കാരണമായത് എന്ന് ഞങ്ങൾക്ക് വിചാരിക്കുന്നില്ല. അവൻ ഒറ്റക്കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒത്തിരിയേറെ അത്ഭുത പ്രവൃത്തികൾക്ക് അവൻ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി ചെയ്ത് രക്ഷപ്പെട്ടുകൊള്ളും എന്നുള്ള ചിന്തയോടുകൂടി അവനെ ഒറ്റക്കൊടുക്കുകയാണ്. അവനെ കേൾപ്പിച്ച ഏറ്റവും വലിയ ഘടകം സുവിശേഷം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. പണത്തോട് അവന് അല്പം ഒരു ആഗ്രഹം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് പണത്തോടുള്ള ആർത്തിയാണ് അവനെ ഒറ്റക്കൊടുക്കുവാൻ പ്രേരിപ്പിച്ചത്. അവൻ രക്ഷപ്പെട്ടുകൊള്ളും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ചെയ്തത്. ഇതുപോലെ അന്നത്തെ കാലത്ത് ധാരാളം ആളുകൾ യേശു എങ്ങനെയെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ച് രക്ഷപ്പെടുമെന്നും അവൻ ഒരു രാജാവായി പ്രതിഫലിക്കുമെന്നും ചിന്തിച്ച ധാരാളം ആളുകൾ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഈ ക്രൂശിതനായ ദൈവത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നുമുള്ള മനുഷ്യരാശിക്കും കാണുവാൻ സാധ്യതമായിരിക്കുന്നത്. ഈ ഒരു സഹനത്തിന് അർത്ഥമുണ്ട് എന്നുള്ള കാര്യം ലോകത്തിന് മുമ്പിൽ നിഗളിക്കുകയാണ് ചെയ്യുന്നത്. ലോകം ഇന്ന് യുദ്ധഭീഷണിയിലൂടെ കടന്നു പോകുന്ന അവസരം കൂടിയാണല്ലോ. എല്ലാം ഒരാഴ്ച കൊണ്ട് തീർത്തേക്കാം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പോലും, മാസങ്ങൾ കടന്നുപോയപ്പോൾ പോലും യുദ്ധം അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് രാജ്യത്തോടുള്ള രാജ്യ സ്നേഹം ഒന്നും മാത്രമാണ് ഇറാനെ ഇന്നും പിടിച്ചു നിർത്താനുള്ള ഘടകമെന്ന് പറയുന്നത്. അവരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ അവസാനത്തെ വ്യക്തി പോലും മരിച്ചു വീഴാതെ ആ രാജ്യം കീഴടക്കുവാൻ അവർക്ക് സാധ്യതമല്ല എന്നുള്ളതാണ്. അത്രമാത്രം കരുത്തുറ്റരായ രാജ്യസ്നേഹം അവർ വെച്ചു പുലർത്തുന്നുണ്ട്. നമ്മളും ക്രൈസ്തവരാണ്. ക്രൈസ്തവ ലോകത്തോടും ക്രൈസ്തവ വിശ്വാസത്തോടും നമ്മൾ എപ്രകാരം ഈ ഒരു രീതിയിൽ പ്രാധാന്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുവാൻ ഈ ഒരു രാജ്യസ്നേഹവും നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ പോകുന്നു, ആരെ തെരഞ്ഞെടുക്കണം, എങ്ങനെ തെരഞ്ഞെടുക്കണം എന്ന് ചിന്തിക്കുകയും ഉറവിട കൂട്ടുകയൊക്കെ ചെയ്യുന്ന ചൂട് വാർത്തകളും മാധ്യമം മുഴുവനും ഇതുമായി നടന്നു നിൽക്കുന്ന ഒരു സമയം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കേണ്ടത് ക്രിസ്തുവിനെ അല്ലേ? യഹൂദരുടെ കാലഘട്ടത്തിലും ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തവരുമുണ്ട്, അവനെ തിരഞ്ഞെടുക്കാതെ അവനെ തിരസ്കരിച്ചവരുമുണ്ട്. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ഒരു വോട്ടിംഗ് മെഷീൻ വരികയാണെങ്കിൽ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ. അതിന് പ്രധാന ഘടകമെന്ന് പറയുന്നത് അവൻ നമുക്ക് വേണ്ടി സഹിച്ച് മരിച്ച് നമുക്ക് വേണ്ടിയിട്ട് അവൻ പീഡ സഹിച്ചു എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഭൂമിയിലുള്ള സഹനത്തിനെല്ലാം മൂല്യമുണ്ട്, അർത്ഥമുണ്ട് എന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ ജീവിതം കൊണ്ട് ഈ ക്രൂശിതൻ തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഭൂമിയെ സഹിക്കുന്നതിനപ്പുറം നമുക്ക് ഒരു നല്ല സൗഭാഗ്യ സമ്മാനം നൽകുന്ന നല്ലൊരു കർത്താവുണ്ട് എന്നുള്ളതായിരിക്കണം ഈ ഭൂമിയിലെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ എന്നെ പ്രേരിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്.
ഈ ഒരു പീഡാനുഭവങ്ങളെ നമുക്ക് അനുഗ്രഹമാകട്ടെ. ഇന്ന് നമ്മൾ ഭക്തിപൂർവ്വം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അനുഗ്രഹപ്രദമാകണം. ത്യാഗപൂർണമായ ഓരോ കാര്യങ്ങളും നമുക്ക് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം ശേഖരിച്ചു വെക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി മറക്കാൻ സൂക്ഷിക്കാം. ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാവിധ പ്രാർത്ഥനകളും പ്രത്യേകമായി നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.